എല്ലാവർക്കും UKB സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. ബാങ്കിങ് ഏരിയയിൽ നിന്നും ഓഡിറ്റിംഗ് ഏരിയയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യനുകളാണ് ഇനിയുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CRR മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ബാങ്കാണ്? ഓപ്ഷൻ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ബി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ സി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്. ആൻസർ ഓപ്ഷൻ ഡി ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. CRR എന്നാൽ ക്യാഷ് റിസർവ് റേഷ്യോ. കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ നെറ്റ് ഡിമാൻഡിൻ്റെയും ടൈം ലയബിലിറ്റിയുടെയും സെർട്ടിൻ പോർഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്യാഷ് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ഷെഡ്യൂൾഡ് ബാങ്ക് അവരുടെ നെറ്റ് ഡിമാൻഡിൻ്റെയും ടൈം ലയബിലിറ്റിയുടെയും 4% ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് റിസർവ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ്, വാട്ട് പോർഷൻ ഓഫ് ദി ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ഓഫ് ബാങ്ക് ക്യാൻ ലെൻഡ് ബൈ വേ ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്? ഒരു ബാങ്കിൻ്റെ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ എത്ര ഭാഗം വായ്പകളായി നൽകുവാൻ കഴിയും? ഓപ്ഷൻ എ ആഫ്റ്റർ മീറ്റിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഓപ്ഷൻ ബി ആഫ്റ്റർ മീറ്റിംഗ് ഇൻ ദ ക്യാഷ് റിസർവ് റേഷ്യോ, ഓപ്ഷൻ സി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ഡിമാൻഡ് പോർഷൻ ഓഫ് ദി ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി ആഫ്റ്റർ മീറ്റിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് ക്യാഷ് റിസർവ് റേഷ്യോ. ആൻസർ ഓപ്ഷൻ ഡി ആഫ്റ്റർ മീറ്റിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും കഴിഞ്ഞുള്ള ഭാഗമാണ് ലോണായിട്ട് നൽകേണ്ടത്. SLR is the amount a commercial bank need to maintain in the form of cash or gold or government approved securities. Cash ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഗവൺമെൻറ് അപ്രൂവ്ഡ് സെക്യൂരിറ്റി ആയിട്ടോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാണ് SLR എന്ന് പറയുന്നത്. SLRൻ്റെ റേറ്റ് നിശ്ചയിക്കുന്നത് RBI ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഷെഡ്യൂൾഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആർ ദർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര ഷെഡ്യൂൾഡ് ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്? ഓപ്ഷൻ എ 34, ഓപ്ഷൻ ബി 45, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി നൺ. ആൻസർ ഓപ്ഷൻ ഡി നൺ. ഇന്ത്യയിൽ ഷെഡ്യൂൾഡ് ജില്ലാ സഹകരണ ബാങ്കുകൾ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദോസ് ബാങ്ക്സ് വിച്ച് ആർ ലിസ്റ്റഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ഡാഷ് ആർ കോൾഡ് ഷെഡ്യൂൾഡ് ബാങ്ക്. സെക്കൻഡ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ബാങ്കുകളെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ BR ആക്ട്, ഓപ്ഷൻ ബി RBI ആക്ട്, ഓപ്ഷൻ സി NABARD ആക്ട്, ഓപ്ഷൻ ഡി NI ആക്ട്. ആൻസർ ഓപ്ഷൻ ബി RBI ആക്ട്. RBI ആക്ടിലെ സെക്കൻഡ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ആക്ട് 6 മാർച്ച് 1934, എസ്റ്റാബ്ലിഷ്ഡ് 1 ഏപ്രിൽ 1935, നാഷണലൈസേഷൻ 1 ജനുവരി 1949. ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ആദ്യം കൽക്കത്തയിലായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സ്. കൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് 1937 ഷിഫ്റ്റ് ചെയ്തു. സെൻട്രൽ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. RBI റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. റോയൽ കമ്മീഷൻ ഓൺ കറൻസി ആൻഡ് ഫിനാൻസ്, പോപ്പുലർലി നോൺ ആസ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. RBI also known as shareholders bank. Initial share capital 5 crore. Board of directors include RBI 21 members, 1 governor, 4 deputy governor, 14 directors, 1 representative from Central Finance Ministry. RBI follow minimum reserve system for note issue. Differential interest rate was introduced in 1972. First governor Osborne Smith, first Indian governor C.D. Deshmukh, present governor Shaktikant Das. Next question, the Banking Companies Act was renamed as Banking Regulation Act. Banking Companies Act ne Banking Regulation Act എന്ന് പേര് മാറ്റിയതെന്ന്? ഓപ്ഷൻ എ 1966, ഓപ്ഷൻ ബി 1965, ഓപ്ഷൻ സി 1952, ഓപ്ഷൻ ഡി 1949. ആൻസർ ഓപ്ഷൻ എ 1966. Next question, all agricultural loans are treated as fully secured as the same are disbursed against.
എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർഷിക വായ്പകളെല്ലാം സെക്യൂർഡായി പരിഗണിക്കുന്നത്? ഓപ്ഷൻ എ സെക്യൂരിറ്റി ഓഫ് സ്റ്റാൻഡിംഗ് ക്രോപ്പ്, ഓപ്ഷൻ ബി ചാർജ് ഓൺ ലാൻഡ്, ഓപ്ഷൻ സി പേഴ്സണൽ ഷുവർട്ടി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ആൻസർ ഓപ്ഷൻ ബി ചാർജ് ഓൺ ലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ലോസ് അസറ്റ്? നഷ്ട ആസ്തിക്ക് ബാധകമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഡിഗ്രി ഹാസ് ബീൻ ടൈം ബയേർഡ്, ഓപ്ഷൻ ബി ഡോക്യുമെന്റ്സ് ആർ ലോസ്റ്റ്, ഓപ്ഷൻ സി borrower left the area of operation and whereabout not known, option D gestation period is over. Answer option D gestation period is over. Next question, Dash recommended introduction of prudential norms including CRAR to PACS. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് CRAR ഉൾപ്പെടെയുള്ള പ്രുഡൻഷ്യൽ മാനദണ്ഡങ്ങൾ നടപ്പാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓപ്ഷൻ എ രാകേഷ് മോഹൻ കമ്മിറ്റി, ഓപ്ഷൻ ബി നരസിംഹം കമ്മിറ്റി, ഓപ്ഷൻ സി ടാസ്ക് ഫോഴ്സ് ഓൺ റിവൈവൽ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓപ്ഷൻ ഡി വ്യാസ് കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ സി ടാസ്ക് ഫോഴ്സ് ഓൺ റിവൈവൽ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നെക്സ്റ്റ്, ഡാഷ് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ബാങ്ക്സ്. ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിക്കുന്ന നിക്ഷേപത്തിൻ്റെ പലിശ നിരക്കിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ ബാങ്ക്, ഓപ്ഷൻ ബി റിപ്പോ, ഓപ്ഷൻ സി റിവേഴ്സ് റിപ്പോ, ഓപ്ഷൻ ഡി റിസർവ്. ആൻസർ ഓപ്ഷൻ സി റിവേഴ്സ് റിപ്പോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റു ബാങ്കുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് അതിന് നൽകുന്ന പലിശ നിരക്കിന് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും മറ്റു ബാങ്കുകൾ ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് അതിന് നൽകുന്ന പലിശയെ റിപ്പോ റേറ്റ് എന്നും പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റിലേറ്റ് ടു ഷോർട്ട് ടൈം റിസോഴ്സസ് ആൻഡ് ഷോർട്ട് ടൈം കമ്മിറ്റ്മെൻറ്റ്. ഷോർട്ട് ടൈം റിസോഴ്സും ഷോർട്ട് ടൈം കമ്മിറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ക്വിക്ക് അസറ്റ് റേഷ്യോ, ഓപ്ഷൻ ബി കറൻറ്റ് റേഷ്യോ, ഓപ്ഷൻ സി ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ഓപ്ഷൻ ഡി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ആൻസർ ഓപ്ഷൻ ബി കറൻറ്റ് റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IFCI ഈസ് അറ്റ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കൽക്കത്ത, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ്. വ്യാവസായിക വായ്പകൾ നൽകുന്നതിനുള്ള അപ്പെക്സ് സ്ഥാപനമാണ്. ഓപ്ഷൻ എ ICICI, ഓപ്ഷൻ ബി IDBI, ഓപ്ഷൻ സി HDFC, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി IDBI, Industrial Development Bank of India. IDBI constituted under Industrial Development Bank of India Act 1964, headquarters Mumbai. Next question, the electronic image of paper check is known as. പേപ്പർ ചെക്കിൻ്റെ ഇലക്ട്രോണിക് ഇമേജ് എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ട്രങ്കേറ്റഡ് ചെക്ക്, ഓപ്ഷൻ ബി സ്പെസിമെൻ ചെക്ക്, ഓപ്ഷൻ സി MICR ചെക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ ട്രങ്കേറ്റഡ് ചെക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്റ്റ് ഡാഷ് ഓഫ് ദി ചെക്ക്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ചെക്കിൻ്റെ എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതെന്ന്? ഓപ്ഷൻ എ ട്രാൻസ്ഫറബിലിറ്റി, ഓപ്ഷൻ ബി നെഗോഷ്യബിലിറ്റി, ഓപ്ഷൻ സി പ്രസൻറ്റേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി നെഗോഷ്യബിലിറ്റി. നെഗോഷ്യബിലിറ്റി ഓഫ് ചെക്കാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. എ ചെക്ക് ബിയറിംഗ് നോൺ നെഗോഷ്യബിൾ ക്രോസിംഗ് ക്യാൻ ബി ട്രാൻസ്ഫറബിൾ. എ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഈസ് എ വാർണിംഗ് ടു ദി ഹോൾഡർ. നോട്ട് നെഗോഷ്യബിൾ ഡസ് നോട്ട് മീൻ നോട്ട് ട്രാൻസ്ഫറബിൾ. ഒരു ചെക്ക് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഹോൾഡർക്കുള്ളൊരു വാർണിംഗ് ആണ്. അതുപോലെ നോട്ട് നെഗോഷ്യബിൾ മീൻ ചെയ്യുന്നത് നോട്ട് ട്രാൻസ്ഫറബിൾ എന്നല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആര്? ഓപ്ഷൻ എ ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ബി ക്രിമിനൽ കോർട്ട്, ഓപ്ഷൻ സി സിവിൽ കോർട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് സിവിൽ കോർട്ടാണ്. ഓപ്ഷൻ സി സിവിൽ കോർട്ട്. ഗാർണിഷി order is issued under
Order 21, Rule 46 of the Civil Procedure Code 1908. Next question. Money market is controlled and regulated by. Money market നിയന്ത്രിക്കുന്നതും ക്രമീകരിക്കുന്നതും ആരാണ്? ഓപ്ഷൻ എ സെബി, ഓപ്ഷൻ ബി ക്ലിയറിംഗ് ഹൗസ്, ഓപ്ഷൻ സി RBI, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി RBI. Money market is controlled and regulated by RBI. Capital market is controlled and regulated by SEBI, Securities and Exchange Board of India. Next question. A bank should not open an account in the name of. ബാങ്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ പാടില്ലാത്തത് ആരുടെ പേരിലാണ്? ഓപ്ഷൻ എ മൈനർ, ഓപ്ഷൻ ബി മാരീഡ് വുമൺ, ഓപ്ഷൻ സി അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്. നെക്സ്റ്റ്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ബൈ കസ്റ്റമർ ഈസ് എ ഡാഷ് ഡെപ്പോസിറ്റ്. കസ്റ്റമർ പണം നിക്ഷേപിക്കുന്നതിന് എന്ത് ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ ഡെറിവേറ്റീവ്, ഓപ്ഷൻ ബി പ്രൈമറി, ഓപ്ഷൻ സി സെക്കൻഡറി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി പ്രൈമറി ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദർ ഈസ് എക്കണോമിക് ഡിഫ്ലേഷൻ ബാങ്ക് റേറ്റ് വിൽ ബി. പണച്ചുരുക്കം ഉണ്ടാകുമ്പോൾ ബാങ്ക് റേറ്റ് എന്താവും? ഓപ്ഷൻ എ ഇൻക്രീസ്ഡ്, ഓപ്ഷൻ ബി കെപ്റ്റ് ഇൻടാക്ട്, ഓപ്ഷൻ സി ലോവേർഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി ലോവേർഡ്. പണച്ചുരുക്കം ഉണ്ടാകുമ്പോൾ ബാങ്ക് റേറ്റ് കുറക്കുന്നു. നെക്സ്റ്റ്. ജനറലി ബ്രിഡ്ജ് ലോൺസ് ആർ ഇഷ്യൂഡ് ബൈ. ബ്രിഡ്ജ് ലോൺസ് ഇഷ്യൂ ചെയ്യുന്നത് ആര്? ഓപ്ഷൻ എ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഓപ്ഷൻ ബി സെൻട്രൽ ബാങ്ക്സ്, ഓപ്ഷൻ സി മോർട്ട്ഗേജ് ബാങ്ക്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനുകളല്ല ആൻസർ. ബ്രിഡ്ജ് വായ്പകൾ വിതരണം ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ടെമ്പററി ഷോർട്ടേജ് ഓഫ് ക്യാഷ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് പീരിയഡിൽ നൽകുന്ന ലോണുകളാണ് ബ്രിഡ്ജ് ലോൺ. നെക്സ്റ്റ്. NPA മീൻസ്. ഓപ്ഷൻ എ നെറ്റ് പ്രസൻറ്റ് അസറ്റ്, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ് ഓൺ അസറ്റ്, ഓപ്ഷൻ സി നെറ്റ് പ്രോഫിറ്റ് അനാലിസിസ്, ഓപ്ഷൻ ഡി നോൺ പെർഫോമിംഗ് അസറ്റ്. ആൻസർ ഓപ്ഷൻ ഡി. NPA മീൻസ് നോൺ പെർഫോമിംഗ് അസറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ഓൺഡ് ഫണ്ട് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഓൺഡ് ഫണ്ട് ഏത്? ഓപ്ഷൻ എ ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ബോറോയിങ്സ്, ഓപ്ഷൻ സി ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഈസ് ദ ഓൺഡ് ഫണ്ട് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡഡ് ഇൻ ദ. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ഡേ ബുക്ക്, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി ട്രയൽ ബാലൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ ഡേ ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രയൽ ബാലൻസ് ഈസ് ഓപ്ഷൻ എ അക്കൗണ്ട്, ഓപ്ഷൻ ബി എൻട്രി, ഓപ്ഷൻ സി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ആൻസർ ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമിനേഷൻ ഓഫ് ട്രാൻസാക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോക്യുമെന്ററി എവിഡൻസ് ഈസ് കാൾഡ്. രേഖാമൂലമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപാടുകൾ പരിശോധിക്കുന്നത്? ഓപ്ഷൻ എ വൗച്ചർ, ഓപ്ഷൻ ബി ഓഡിറ്റിംഗ്, ഓപ്ഷൻ സി വെരിഫിക്കേഷൻ, ഓപ്ഷൻ ഡി വൗച്ചിങ്. ആൻസർ ഓപ്ഷൻ ഡി വൗച്ചിങ്. നെക്സ്റ്റ്. റിസർവ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ്. റിസർവ് ഫണ്ട് സ്വരൂപിക്കുന്നത് എന്തിൽ നിന്നാണ്? ഓപ്ഷൻ എ ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി അഡ്മിഷൻ ഫീസ്. ആൻസർ ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് റിസർവ് ഫണ്ട് സ്വരൂപിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ എമൗണ്ട് ഗിവൺ ബൈ ഗവൺമെന്റ് വിച്ച് നീഡ് നോട്ട് ബി റീപെയ്ഡ്. തിരിച്ചു നൽകേണ്ട എന്ന വ്യവസ്ഥയിൽ സർക്കാർ നൽകുന്നവയാണ്? ഓപ്ഷൻ എ ലോൺ, ഓപ്ഷൻ ബി അഡ്വാൻസ്, ഓപ്ഷൻ സി ഗ്രാൻഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി ഗ്രാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീം ഓഡിറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. ടീം ഓഡിറ്റ് നടപ്പിലാക്കിയ വർഷം? ഓപ്ഷൻ എ 1968, ഓപ്ഷൻ ബി 1978, ഓപ്ഷൻ സി 1988, ഓപ്ഷൻ ഡി 1998. ആൻസർ ഓപ്ഷൻ സി 1988. Next question. An error in the account which is counterbalanced by any other error is called. ഒരു തെറ്റ് മറ്റൊരു തെറ്റിനാൽ മറക്കപ്പെട്ടാൽ അതിനെന്ത് പറയുന്നു? ഓപ്ഷൻ എ എറർ ഓഫ് ഒമിഷൻ, ഓപ്ഷൻ ബി എറർ ഓഫ് കമ്മീഷൻ, ഓപ്ഷൻ സി കോമ്പൻസേറ്റിംഗ് എറർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്.
Answer option C, compensating error. Next question, surplus fund of a cooperative society can be option A, utilized for business expansion, option B, payment of bonus to employees, option C, invested in financing bank, option D, none of these. Answer option C, invested in financing bank. Next question, under which category the expenses for the shifting of the institution to more convenient place be included? ഒരു സ്ഥാപനത്തെ സൗകര്യപ്രദമായ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനുള്ള ചെലവ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. Next question, the difference in figure is dash and causes for their existence are brought to light. അക്കങ്ങളിൽ വരുന്ന വ്യത്യാസത്തെ കണ്ടുപിടിച്ച് സമരസപ്പെടുത്തുന്നതിന് എന്ത് പറയുന്നു? ഓപ്ഷൻ എ, സപ്രസ്ഡ്, ഓപ്ഷൻ ബി, ഓവർ റിട്ടൺ, ഓപ്ഷൻ സി, റീകൺസിൽഡ്, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി, റീകൺസിൽഡ്. നെക്സ്റ്റ്, എക്സാമ്പിൾസ് ഓഫ് കണ്ടിജന്റ് ലയബിലിറ്റി ഈസ്. ആകസ്മിക ബാധ്യത എന്നത് ഡാഷ് ആണ്. ഓപ്ഷൻ എ, ലയബിലിറ്റി അണ്ടർ എ ഗ്യാരണ്ടി, ഓപ്ഷൻ ബി, ലയബിലിറ്റി അണ്ടർ സാലറി ഡ്യൂ, ഓപ്ഷൻ സി, ലയബിലിറ്റി ടു പേ ഇൻഷുറൻസ് പ്രീമിയം, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ, ലയബിലിറ്റി അണ്ടർ എ ഗ്യാരണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബി ചാർജ്ഡ് ഓൺ ലാൻഡ് ഓൺഡ് ബൈ ദ സൊസൈറ്റി? സൊസൈറ്റി ഓൺ ചെയ്യുന്ന ലാൻഡിന് നൽകുന്ന ഡിപ്രീസിയേഷൻ എത്രയാണ്? ഓപ്ഷൻ എ 2.5%, ഓപ്ഷൻ ബി 5%, ഓപ്ഷൻ സി 9%, ഓപ്ഷൻ ഡി ഡിപ്രീസിയേഷൻ നോട്ട് ടു ബി ചാർജ്ഡ്. ആൻസർ ഓപ്ഷൻ ഡി, ഡിപ്രീസിയേഷൻ നോട്ട് ടു ബി ചാർജ്ഡ്. ലാൻഡിന് ഡിപ്രീസിയേഷൻ നൽകേണ്ടതില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ഫീ ഓഫ് എ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. പ്രാഥമിക ഉപഭോക്തൃ സംഘത്തിൻ്റെ ഓഡിറ്റ് ഫീസ് കണക്കാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ, സെയിൽസ് പ്രൊസീഡ്സ്, ഓപ്ഷൻ ബി, വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി, ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽ പ്രൊസീഡ്സ് വിച്ചെവർ ഈസ് ഹൈ, ഓപ്ഷൻ ഡി, ഓൺ ഗ്രോസ് ഇൻകം. ആൻസർ ഓപ്ഷൻ എ, സെയിൽ പ്രൊസീഡ്. വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ ഒറിജിനൽ വൗച്ചർ ഈസ് ലോസ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ മേ പ്രൊഡ്യൂസ് കോപ്പി ഓഫ് ദി സെയിം. ദിസ് ഈസ് കോൾഡ് ആസ്. ഒറിജിനൽ വൗച്ചർ നഷ്ടപ്പെട്ടാൽ പകരം നൽകുന്ന വൗച്ചറുകളെ വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ എ, പ്രൈമറി വൗച്ചർ, ഓപ്ഷൻ ബി, കൊളാറ്ററൽ വൗച്ചർ, ഓപ്ഷൻ സി, ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി, കൊളാറ്ററൽ വൗച്ചർ. നെക്സ്റ്റ്, ഓഡിറ്റ് ഫേം മീൻസ് എ ഫേം ഇൻക്ലൂഡിംഗ് 2 or more dash having knowledge in cooperative audit. ഒരു ഓഡിറ്റ് ഫേം എന്നാൽ സഹകരണ ഓഡിറ്റിൽ പ്രാവീണ്യമുള്ള 2 അതിലധികമോ ആളുകൾ ഉൾപ്പെട്ട ഫേം എന്നാകുന്നു. ഓപ്ഷൻ എ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഓപ്ഷൻ ബി, ഓഡിറ്റേഴ്സ്, ഓപ്ഷൻ സി, റിട്ടയർഡ് ഹാൻഡ്സ്, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബോവ്. ആൻസർ ഓപ്ഷൻ എ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കോർപ്പറേറ്റ് ഓഡിറ്റിൽ പ്രാവീണ്യമുള്ള 2 അതിലധികമോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉൾപ്പെട്ടൊരു ഫേമാണ് ഓഡിറ്റ് ഫേം. നെക്സ്റ്റ്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഷുഡ് ബി സെൻറ്റ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ ഡാഷ് മന്ത്സ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദി ഓഡിറ്റ്. ഓഡിറ്റ് കംപ്ലീറ്റ് ആയി എത്ര മാസത്തിനുള്ളിലാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 6. ആൻസർ ഓപ്ഷൻ സി 3. 3 മാസങ്ങൾക്ക് ശേഷമാണ് സംഘങ്ങൾക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റർ ടു നോട്ട് ഡൗൺ ഓൾ എൻക്വയറീസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്, റിപ്ലൈസ് റിസീവ്ഡ് എക്സെട്ര ഈസ് നോൺ ആസ്. ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഉന്നയിക്കുന്ന അന്വേഷണങ്ങൾ, അവക്കുള്ള മറുപടികൾ എന്നിവ കുറിച്ചു വെക്കുന്നതിനായി ഓഡിറ്റർ സൂക്ഷിക്കുന്ന പുസ്തകത്തെ എന്ത് പറയുന്നു? ഓപ്ഷൻ എ, ഓഡിറ്റ് റിപ്പോർട്ട്, ഓപ്ഷൻ ബി, ഓഡിറ്റ് മെമ്മോറാണ്ടം, ഓപ്ഷൻ സി, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓപ്ഷൻ ഡി, ഓഡിറ്റ് പ്രോഗ്രാം. ആൻസർ ഓപ്ഷൻ സി, ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓഡിറ്റ് നോട്ട്ബുക്കാണ് ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഉന്നയിക്കുന്ന അന്വേഷണങ്ങൾ, അവക്കുള്ള മറുപടികൾ എന്നിവ കുറിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പുസ്തകം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓവർഡ്യൂ ഇൻട്രസ്റ്റ് ഷാൾ ബി ഷോൺ ഓൺ ദി. ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ കിട്ടാനുള്ള പലിശ തുക കാണിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്ഷൻ ബി, എക്സ്പെൻസ് സൈഡ്, ഓപ്ഷൻ സി, അസറ്റ് സൈഡ്, ഓപ്ഷൻ ഡി,
ലയബിലിറ്റി സൈഡ്. ആൻസർ ഓപ്ഷൻ സി അസറ്റ് സൈഡ്. അസറ്റ് സൈഡിലാണ് കിട്ടാനുള്ള പലിശ തുക കാണിക്കുന്നത്.